എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തനി നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഈ മീറ്റ് മസാലയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് വീടുകളിൽ വെക്കത്തില്ലേ, മല്ലിയും മുളകും മസാലയൊക്കെ ചൂടാക്കി അരച്ച് അങ്ങനെ ഒരു ബീഫ് കറി. ആദ്യം ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി ഇറച്ചി 1 കിലോ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് അടുപ്പിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എനിക്ക് 4 വിസിലിൽ ഇറച്ചി വെന്ത് കിട്ടി. ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെടും. മസാലയൊന്ന് ചൂടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 4 ഏലയ്ക്ക, 2 കഷ്ണം ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ പെരുംജീരകം, ഒരു 4 ടീസ്പൂൺ മുഴുവൻ മല്ലി, ഒരു 7 എരിവുള്ള വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം ചേർത്ത് ചെറുതീയിൽ വെച്ച് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ കറിയിലേക്ക് വേണ്ടുന്ന സബോളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, മീഡിയം സൈസിൽ ഒരു 3 സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വേഗത്തിലൊന്ന് വഴറ്റി കിട്ടാനായിട്ട് ഇത്തിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. സബോളയൊക്കെ വഴറ്റി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന മല്ലിയും മുളകൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ സബോളയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് ചൂടുവെള്ളം ഒഴിച്ച് കഴുകി അതോടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് ഇറച്ചി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചാറ് പോരെന്ന് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മസാലയൊക്കെ ഒന്ന് ഇറച്ചിയിൽ പിടിച്ച് ചാറൊക്കെ ഒന്ന് കുറുകി വരാനായിട്ട് ചെറു തീയിൽ വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പ് പോരെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴത്തെ ഇത് നന്നായിട്ട് തിളച്ച് മസാലയൊക്കെ കഷ്ണത്തിൽ പിടിച്ച് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളി തനി നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.